ഇറാൻ ഇസ്രായേൽ സംഘർഷ വാർത്ത തന്നെയാണ് ബ്രേക്കിംഗ് അവേഴ്സിൽ നമ്മൾ തുടരുന്നത്. ഇപ്പോഴും കലുഷിതമായ സ്ഥിതിയാണ്. ടെഹ്റാനിലെ ജനങ്ങളോടൊക്കെ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നു. സമാനമായ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഇസ്രായേലിലേക്കും ഉണ്ടാകുന്നു. സാധാരണക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ. ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിസങ്കീർണമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അശ്വിതും ജിജിൻ ജയപാലും വീണ്ടും ചേരുന്നുണ്ട്. അശ്വിതൻ, ജിജിൻ, വളരെ രൂക്ഷമായ സ്ഥിതിയാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ ടി.പി. ശ്രീനിവാസൻ സൂചിപ്പിച്ചത് പെട്ടെന്നൊരു സമാധാനം സാധ്യമാകുന്ന നിലയാണോ എന്ന് സംശയമുണ്ടെന്ന്. സിസിയും പറയുന്നു ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുന്ന അല്ലെങ്കിൽ സമവായ ശ്രമങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇറാൻ അതിനെയൊക്കെ തള്ളിക്കളയുകയാണ്. ലോകം മുഴുവൻ ഒരു സമാധാനത്തിൻ്റെ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ അത് ഇരു രാജ്യങ്ങളും അതിന് തയ്യാറായാലേ അത് പറ്റൂ. എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ? ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗികമായി സേനയും അല്ലെങ്കിൽ ഭരണകൂടവും നൽകുന്ന പ്രതികരണങ്ങൾ അത് ഏത് വഴിയിലേക്കാണ് സൂചന? ദിവിഷ്, ഞാൻ ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു വിവരം പങ്കുവയ്ക്കാം. അതായത് IDFന്റെ ഭാഗത്ത് നിന്ന്, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിവരം വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചതിൽ നിന്ന് ഒരു കാഷ്വാലിറ്റീസോ അല്ലെങ്കിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ആർക്കും ഒരു പരിക്കേറ്റിട്ടുമില്ല, കാര്യമായ നാശനഷ്ടങ്ങളും ഇല്ല എന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്വീറ്റിലൂടെ അവകാശപ്പെടുന്നു. ഇനി അതിന്റെ ഒരു വ്യാപ്തി ഈ അവകാശപ്പെടുന്നത് പോലെ ആയിരിക്കുമോ അതോ അതിലും കൂടുതലായിരിക്കുമോ? ഒരു കാരണവശാലും ഇസ്രായേൽ അവരുടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ഒരു കണക്ക് എത്രത്തോളമാണെന്ന് വെളിപ്പെടുത്താറില്ല. സാധാരണ അതാണ് അവരുടെ ഒരു രീതി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്നൊരു വെടിനിർത്തൽ നീക്കത്തിലേക്കുള്ള നടപടികൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അമേരിക്കയുടെ ഇടപെടൽ ഇറാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു സീസ് ഫയറിനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് ഇറാൻ ഇപ്പോൾ പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഇറാന്റെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. പക്ഷേ ഈ നിമിഷം അത് മാറ്റുകയാണ്. സീസ് ഫയറിനുള്ള സാധ്യത ഇറാൻ പരിശോധിക്കുകയാണ്. അമേരിക്കയുടെ ഇടപെടലിന് വേണ്ടിയുള്ള സാധ്യത ഇറാൻ പരിശോധിക്കുകയാണ്. ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങി പോകുന്നതും അവിടെ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് ചോദിക്കൂ. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു മറുപടിയാണ്. അല്ല, അത് തീർച്ചയായിട്ടും നമ്മൾ അല്പം മുമ്പ് ആ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു. അതിൽ നെതന്യാഹു പറയുന്നത് ഒരുപക്ഷെ വാക്കുകൾ, അതായത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ മരണത്തോടു കൂടി ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന പ്രസ്താവനയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ഈ വിഷയം ട്രംപിനെ അറിയിച്ചിരുന്നുവെന്ന്, അതായത് ഖമനയെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നുള്ള വിവരം ട്രംപിനെ അറിയിച്ചിരുന്നുവെന്നും ട്രംപ് ഇടപെട്ടാണ് ആ നീക്കത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്മാറ്റിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരികയും. എന്നാൽ ഇന്നലെ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പക്ഷെ അതിനെ തള്ളുന്നില്ല. അതായത് തങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു, ആയത്തുള്ള അലി ഖമനിയെ വധിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു എന്ന തരത്തിലുള്ള ഒരു ചോദ്യങ്ങളെ തള്ളുന്നില്ല. അപ്പോഴും അത് അതിനകത്തൊരു മുനവച്ച സൂചന തന്നെ നൽകുന്നുണ്ടല്ലേ? അത്തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തെഹ്റാനും അല്ലെങ്കിൽ ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുക, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്നുള്ളത് അത് നോക്കി അത്തരത്തിലുള്ള ആക്രമണം നടത്തുക. മറുവശത്ത് നമ്മൾ ഇപ്പോൾ ഈ മാപ്പിൽ കാണുന്നത് ഇസ്രായേലിന്റെ ഭാഗമാണ്. ഇവിടെ പലസ്തീനികളല്ലാത്തവർ ഇവിടെ നിന്ന് മാറണമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതായത് ഒരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് ഇറാൻ കടക്കുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ട്വീറ്റ് വരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അനുനയ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്രായേൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ഇസ്രായേൽ ഈ നിമിഷം വരെയും അതിനോട്, ആ സീസ് ഫയർ എന്ന നിർദ്ദേശത്തോട് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നിലവിൽ ജിജിൻ ഈ മാപ്പിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിൽ നിലവിൽ ജെറുസലേമിലും ടെൽ-അവീവിലും ഹൈഫ എന്നീ 3 പട്ടണങ്ങളിൽ അല്ലെങ്കിൽ 3 മേഖലകളിലാണ് കാര്യമായി ഇറാന്റെ ആക്രമണം നടക്കുന്നത്. ഈ 3 മേഖലകളുമാണ് ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ഭൂമിശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഏകദേശം 20,000 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ളൊരു ചെറു രാജ്യമാണ് ഇസ്രായേൽ. മറുവശത്ത് ഇറാൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു രാജ്യമാണ്. ലോകത്തിലെ തന്നെ വലിയ 18ാമത്തെ രാജ്യവും മറ്റുമാണ് ഇറാനിലെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാന്റെ
ആണവ കേന്ദ്രങ്ങളാണ്, യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന ആണവ കേന്ദ്രങ്ങളാണ്. ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളിലൊന്നും തന്നെ ഇസ്രായേലിന് അങ്ങനെ നേരിട്ട് ആക്രമണം നടത്താൻ പറ്റുന്ന ഒരു ഭൂപ്രകൃതിയല്ല. ശരി അശ്വിത്, ജിജിൻ, ഞാൻ നിങ്ങളിലേക്ക് വരാം. ഈ